അഖില കേരള മാങ്ങാത്തീറ്റ മത്സരത്തിന്റെ 1ാം സീസണിലെ ആദ്യത്തെ മത്സരം തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഇവിടെ 3 അണ്ടിയും ഇവിടെ 4 അണ്ടിയുമായിട്ട് ടീം എയും ബിയും വാശിയേറിയ മത്സരം. ചരിത്രത്തിൽ ആദ്യമായിട്ട് മാങ്ങയുടെ തീറ്റ മത്സരം ഗൈസ്. നിങ്ങൾ ഇതുവരെ കാണാത്ത കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ക്രൈസി വോൾ. ഇവിടെ മുന്നേറുന്നു ടീം എ 5 അണ്ടിയും ടീം ബി 4 അണ്ടിയും. സ്കൂള് കിട്ട് പൂട്ടിയുള്ള അവസ്ഥയാണ് ഇപ്പോൾ. മാങ്ങയും തേങ്ങയും മൊച്ചിങ്ങയും അത് പൊറുക്കലും. ആരാടാ ഇൻ്റെ അടുത്ത് മാങ്ങ എടുക്കണേ? മാങ്ങക്ക് ഇങ്ങനെ അതാരാ കള്ളത്തി മാങ്ങ കക്കാൻ വന്നിക്കാണല്ലേ? നല്ല ടീമാ. അവിടെ അതാ 2 ആൾക്കാർ. എത്ര കാട്ടിക്കാ പോത്തതാ? അത് നല്ല നെങ്ങണ്ടല്ലോ, പോത്താണല്ലോ. അടിപൊളി. അല്ല നമ്മളെന്നാലും നിങ്ങൾക്ക് തോനെ വാങ്ങി നിങ്ങൾക്ക് വാങ്ങ കിട്ടിയാ? എവിടെ? കയ്യിലുണ്ടല്ലേ? ഇന്ന് അങ്ങോട്ട് വരും. നമുക്കൊന്നൊരു തീറ്റ മത്സരം നടത്തിയാലോ? മാങ്ങൻ്റെ തീറ്റ മത്സരം. റെഡി ഞങ്ങൾ? ജയിക്കണവർക്ക് 100 രൂപ സമ്മാനം തരും. ഉണ്ടാ മാങ്ങൻ്റെ തീറ്റ മത്സരം? ജയിച്ചാൽ 100 രൂപ സമ്മാനം. ഓക്കെ, എന്നാൽ അങ്ങോട്ട് വരി. ആദ്യം നിങ്ങൾ പുറക്കി മാങ്ങ കണോണ്ടേ. മൂച്ചിമ്മ കയറിക്കാണ്ട് കുലുക്കിക്കാണ്ട് മാങ്ങ മുഴുവൻ ചാടിച്ചിട്ട് ഗൈസ്. ഇവന്മാരെ പരിപാടി ഇപ്പോൾ അതാണ്. ഈ മാങ്ങ മുഴുവൻ എടുത്ത് തിന്നുക. സ്കൂൾക്കും പോവില്ല, മദ്രസക്കും പോവില്ല, തിന്നാനായിട്ട് തിന്ന് മാങ്ങയും ചാക്കിയൊക്കെ തിന്ന് നടക്കുക. ഇതാണ് സ്കൂൾ പൂട്ടിയപ്പോൾ പോലെ പരിപാടി. അപ്പോൾ ഓൽക്കൊരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ. മാങ്ങ നോക്കിയാൽ കോമാങ്ങ കേട്ടാ, നമ്മളെ മൂച്ചിമുന്ന് എടുത്ത മാങ്ങയാണ്. അപ്പോൾ തുടങ്ങല്ലേ? അപ്പം നമുക്ക് ആദ്യം 2 ടീമായിട്ട് സെറ്റാക്കണം. ഒന്ന് എ ടീമും ഒന്ന് ബി ടീമും. അപ്പോൾ ഞാൻ ടീം ഇടാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇജ്ജും കിട്ടിക്ക്, ഒരാളും കിട്ടിക്ക്, ലാലും അങ്ങോട്ടേക്ക്. അല്ല ലാലും ഇല്ല, മാനും അങ്ങോട്ടേക്ക്. ലാലും കിട്ടിക്കട്ടെ. പിന്നെ മിന്നുട്ടി അവിടെ തന്നെ നിന്നോ, മിഷു അവിടെ നോട്ടെ. ലാലു അപ്പുറത്ത് കേൾക്ക്. ആ ലാലു ഇല്ല, ഈ ലാലു. നിങ്ങൾ എ ടീമ്, നിങ്ങൾ ബി ടീമ്. ഓക്കെ, അപ്പം ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ മാങ്ങ എടുത്ത് തിന്നൽ തുടങ്ങിക്കൊള്ളണം. സ്റ്റാർട്ട് പറയുമ്പോൾ ഏറ്റവും 6 മിനിറ്റ് സമയം തരും കേട്ടോ. 6 മിനിറ്റിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ മാങ്ങ തിന്നുന്ന ടീം ഏതാണോ ആ ടീമിന് 100 രൂപ. ഓക്കെ, സെറ്റല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ? എന്നാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണേ. റെഡി, 1 2 3 തുടങ്ങിക്കോ. തിന്നോട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിന്നരുത്. അപ്പം എനിക്ക് കാണണ്ടത് തിന്നാത്തോക്കാ. ഇങ്ങോട്ട് തിരിഞ്ഞിക്ക്. കൈവാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. മാങ്ങയുടെ തീറ്റ മത്സരം ചരിത്രത്തിൽ ആദ്യമായിട്ട്. തേച്ചുകളതാ മിനിറ്റ് ഇത് ഒളിച്ചു നിന്നേ. ഓക്കെ, കമോൺ പരിപാടി, കമോൺ. മിനിറ്റ് ഇതാ 40. 1 മിനിറ്റ് പോലും ആയിട്ടില്ല ചേട്ടാ, 1 മിനിറ്റ് കൂടി ആയിട്ടില്ല. വാശിയേറിയ മത്സരം ഗായ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മാങ്ങയുടെ തീറ്റ മത്സരം. അഖില കേരള മാങ്ങാ തീറ്റ മത്സരത്തിന്റെ 1ാം സീസണിലെ ആദ്യത്തെ മത്സരം തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. എത്ര ലാലു മാങ്ങക്ക് ഉമ്മച്ചിക്കണേ, തിന്നൂടെ കെട്ടി. മാങ്ങക്ക് ഉമ്മ എടുക്കണേ, തിന്നണില്ല. ഇത് 10 മിനിറ്റ് കഴിഞ്ഞാലും ഒരു മാങ്ങ തീരൂലല്ലോ. ഏറ്റവും കൂടുതൽ അണ്ടി അടച്ചോ. ഏറ്റവും കൂടുതൽ മാങ്ങ തിന്നുന്ന ആൾക്കാണ്, മാങ്ങ തിന്ന ടീമിനാണ് 100 രൂപ. 6 മിനിറ്റ് സമയമുണ്ട്. 6 മിനിറ്റ്. ഇത് പല്ലിൻ്റെ ഉള്ളിൽ ആര് പറിച്ചുകൊണ്ട് ഉത്തർക്കണേ? അയ്യേ, തീറ്റ മത്സരത്തിന് വന്നാണ്. മിന്നുട്ടിയാ അങ്ങോട്ട് താ, ചിഞ്ചുൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് താ. ഇങ്ങോട്ട് ഇരിക്കും. നിങ്ങൾ തിന്നുന്നത് കാണണ്ടപ്പോതേ. അത് ശരി, നിങ്ങൾ ഒളിച്ചു നിൽക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് ചക്കൻ്റെ തീറ്റ മത്സരം ഉണ്ട് കേട്ടാ. പിലാവുമ്പോൾ ചക്ക പൗത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് ഇടാൻ വേണ്ടി നമ്മളങ്ങോട്ട് വരാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്. നല്ല പഴുത്തുക്കണ് ചക്ക. അതിങ്ങോട്ട് ഇടും. അടുത്ത തീറ്റ മത്സരം, മാങ്ങയുടെ തീറ്റ മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കയുടെ തീറ്റ മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. 2 മിനിറ്റ് 12 സെക്കൻഡും ആയിട്ടുണ്ട് ഗൈസ്. ആവേശോജ്വലമായ മത്സരം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കമോൺ പരിപാടി, കമോൺ. മാങ്ങക്ക് ഉമ്മടുക്കലൊക്കെ നിന്നുകാണ്ട് പല്ലോണ്ട് കടിച്ച് തിന്നേ. ഉമ്മടുത്ത് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, കടിച്ച് തിന്നണം. കമോൺ. ഇന്നെ നോക്കിക്കോ, ഞാൻ പറഞ്ഞേ തിന്നൂടെ അങ്ങോട്ട്. അതിന് നെട്ടി വരെ കടിച്ചിട്ട് കിട്ടുന്നു ചെയ്യുന്നേ. തീറ്റ മത്സരത്തിൽ വന്നതാണല്ലേ. കമോൺ പരിപാടി, കമോൺ. ഇവിടെ 1 അണ്ടി ആയിണ്, അവിടെ 1 അണ്ടി ആയിക്കണേ. സമാസമമായിട്ട് മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതോ. ആരാണോ ജയിക്കുന്നത് അവർക്കായിരിക്കും ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുക. തോൽക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതല്ല. കമോൺ പരിപാടി, കമോൺ.
ടീം ബി 2 അണ്ടി. ഇവിടേക്ക് അതിമനോഹരമായ മത്സരത്തിൽ ടീം ബി 2 അണ്ടി പുറത്തു വെച്ചിരിക്കുന്നു ഗായ്സ്. ഇവിടെ ഇപ്പോഴും 1 അണ്ടി ആയിട്ടുള്ളൂ. ആവേശോജ്വലമായ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. 6 മിനിറ്റ് അല്ല 3 മിനിറ്റ് ആയിട്ടുള്ളൂ. 3 മിനിറ്റും 10 സെക്കൻഡും ഇനിയും 3 മിനിറ്റ് ബാക്കിയുണ്ട്. കമോൺ. അതാവോ അവരെ തോൽപ്പിച്ചിട്ടില്ല. തോൽപ്പിച്ചുകൊണ്ട് 3 അണ്ടി ഇവിടെ ടീം എയുടെ ഭാഗത്ത് റെഡി ആയിട്ടുണ്ട്. 3 അണ്ടി ടീം എയുടെ ഭാഗത്ത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. മാങ്ങന്റെ വലിപ്പം നോക്കി എടുക്കരുതിട്ടാ. തിന്നോ. മാറ്റാൻ പറ്റും. ഇനി മാറ്റാൻ പറ്റൂല. തൂറ്റൽ പിടിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ആദ്യം തന്നെ പറഞ്ഞുതരാ. കമോൺ 3 അണ്ടി ഇവിടെ 3 അണ്ടി ആയിട്ടുണ്ട്. ടീം ബിയുടെ അടുത്ത് 2 അണ്ടി ആയിട്ടുള്ളൂ. ടീം എയുടെ അടുത്ത് 3 അണ്ടി ആയിട്ടുണ്ട്. ആവേശോജ്വലമായ തീറ്റ മത്സരമാണ്. പാളിയൊക്കില്ലേ കോൺസെൻട്രേഷൻ കളിയില്ലേ. ഞങ്ങളിവിടെ തീറ്റ മത്സരമാണ്. മാങ്ങയുടെ തീറ്റ മത്സരം. അഖില കേരള ഫസ്റ്റ് മാങ്ങ തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ മാങ്ങ തിന്നുന്ന ടീം ഏതാണോ അവർക്കായിരിക്കും ക്യാഷ് പ്രൈസ് കൊടുക്കുക. കമോൺ നെറുന്തലൊക്കെ കടിച്ചിരുന്നത് അവിടെ ഒരാളെ. കമോൺ പതുക്കെ തിന്നാൽ മതി. സമയമുണ്ട്. പതുക്കെ തിന്നാൽ മതി. ഏറ്റവും കൂടുതൽ അണ്ടിയുള്ള ടീമായിരിക്കും ജയിക്കുക. ഇവിടെ 3 അണ്ടിയും ഇവിടെ 4 അണ്ടിയുമായിട്ട് ടീം എയും ബിയും വാശിയേറിയ മത്സരം. ഏതാണ് ഇതൊക്കെ മത്സരം? ചരിത്രത്തിൽ ആദ്യമായിട്ട് മാങ്ങയുടെ തീറ്റ മത്സരം ഗൈസ്. നിങ്ങൾ ഇതുവരെ കാണാത്ത കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ക്രൈസി വോൾഫ്. കമോൺ സംസാരിക്കരുതേ. അടച്ചോ. 4 അണ്ടി ഇവിടെയും 4 അണ്ടി ഇവിടെയുമായി 4-4 മത്സരം പുരോഗമിക്കുന്നു. 4 മിനിറ്റും 59 സെക്കൻഡുമായിരിക്കുന്നു ഗൈസ്. ആവേശോജ്വലമായ അവസാന മിനിറ്റിലേക്ക് നീങ്ങുമ്പോൾ അവസാനത്തെ 5 മിനിറ്റ് 9 സെക്കൻഡും ആയിട്ടുണ്ട്. ഇനിയും ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കി. ഇവിടെ മുന്നേറുന്നു ടീം എ 5 അണ്ടിയും ടീം ബി 4 അണ്ടിയും. അതോ ടീം എ 6 അണ്ടി ആയിരിക്കുന്നു ഗൈസ്. 6-4 മത്സരം അവസാനിക്കാൻ പോവുകയാണ്. ഇത് 30 സെക്കൻഡ് കൂടിയുള്ളൂ. 30 സെക്കൻഡ് കൂടി മാത്രം ബാക്കി. ടീം എ 2 അണ്ടിക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ടീം ബി വെറും 4 അണ്ടിയുമായിട്ട് നോക്കിച്ചിരിക്കുന്നു. ഏതാനും ടീം എ 5 അണ്ടിയിലേക്ക് ടീം ബി 5 അണ്ടി ആയിട്ടുണ്ട്. ടീം എ 6 അണ്ടി. ഇതാ 10 സെക്കൻഡ് കൂടി, 9 സെക്കൻഡ് കൂടിയും 7 സെക്കൻഡ് കൂടിയും 4 സെക്കൻഡ് കൂടിയും ടീം എ ബി മത്സരം ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഏതാനും നിമിഷങ്ങൾക്ക് ഇതാ 6 മിനിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഗൈസ്. ടീം എ 6 അണ്ടി ആയിട്ട് വിന്നർ ആയിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. ടീം ബി 5 അണ്ടി ആയിട്ട് തോറ്റിരിക്കുന്നു. ഇവിടെ തോൽവിക്ക് ഏക കാരണം ഇവർ അണ്ടി ഒറ്റൊന്നും വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി എന്ത് തീറ്റടാ തിന്നണേ? ഒരു മര്യാദക്ക് വേണ്ടേ? 3 മാങ്ങ തിന്നില്ലേ? വല്ലാത്ത ജാതി. അപ്പോൾ ഗൈസ് ഇന്നത്തെ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത മത്സരം ചക്കയുടെ തീറ്റ മത്സരം നാളെ മറ്റന്നാളോ ഉണ്ടായിരിക്കും. ചക്കയുടെ മരത്തുമ്പോൾ കയറാണ്ട്. ഓക്കെ. അപ്പോൾ വാശിയേറിയ മത്സരത്തിൽ ടീം എവിടെ ബി കിട്ടിക്കി ആ ടീം ഏതാ 100 രൂപ കരസ്ഥമാക്കിയിരിക്കുന്നു. ആ ക്യാഷ് നമ്മളിതാ കൊടുക്കുന്നു. എന്നാ പിടിച്ചോളി. ഹാപ്പിയായില്ലേ? അപ്പോൾ തോറ്റ ടീം അണ്ടി പോയ അണ്ണാനെ പോലെ നിൽക്കുന്നു. അണ്ടി ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അധികം ഒന്നും എടുത്തോളി. അണ്ണാനെ ഇല്ലാത്തുള്ളൂ. അപ്പൊ നാളത്തെ ചക്കയുടെ തീറ്റ മത്സരത്തിൽ ജയിക്കണം എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് നിൽക്കണം, വരണം. ഓക്കെ അല്ലേ? അപ്പോൾ ക്യാഷ് കിട്ടാത്തതിൻ്റെ ടെൻഷനിലും അവിടെ 100 രൂപ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലും നിൽക്കുമ്പോൾ ഇവരോട് മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഈ മത്സരം തോൽക്കാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓ വലിയുട്ടില്ലടി. അല്ല ഇവലും 2 ചെറിയ കുട്ടികൾ തന്നെയല്ലേ? ഇവലും സാധാരണ ഇവരൊക്കെ പെരുന്തീറ്റാണ്. ഞാൻ അത് കണ്ടുകൊണ്ടാണ് ഇതിനെ നിങ്ങളുടെ ടീമിലിട്ടത്. ഇറ്റങ്ങളൊക്കെ തിന്നണത്തി. ഇവനെ കടുത്ത കളി കൂട്ടാൻ പറ്റൂല. അപ്പോൾ തീറ്റ കുറച്ച് കൂടുതലാണ്. അപ്പം ഏതായാലും നിങ്ങൾക്ക് സമ്മാനം കിട്ടാത്തതിൽ വിഷമമുണ്ടാ? സങ്കടമുണ്ട്, ഉള്ളിൽ സങ്കടം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സാരല്ല, അടുത്ത കളിയിൽ ചക്കയുടെ തീറ്റ മത്സരത്തിൽ നമുക്ക്
ഒന്നാം സമ്മാനം നേടാൻ ശ്രമിക്കുക. എന്നാലും എൻ്റെ വക രണ്ടാം സമ്മാനം കിട്ടിയതിന് ഒരു 50 രൂപ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ 4 പേര് വീതിച്ചെടുക്കുക. ഇനി ഒന്നും കിട്ടാതെ അണ്ടി ഉണിഞ്ഞ അണ്ണാനെ പോലെ നിൽക്കണ്ട. ഓക്കെ, അണ്ടി ഫുള്ളൂടെ ബാക്കി ആയിക്കണ്. അപ്പോൾ അടുത്ത അതിന് വേറൊരു തീറ്റ മത്സരമുണ്ട്. ഇതിപ്പം ശരിക്ക് പോക്കാത്ത മാങ്ങയാണല്ലോ. ഈ മാങ്ങ 2 ദിവസം കഴിഞ്ഞാൽ നല്ല പോക്കും. ആ പോക്കുന്ന സമയത്ത് നമുക്ക് ഒരു തീറ്റ മത്സരം, പോത്ത മാങ്ങയുടെ തീറ്റ മത്സരം, അത് വാശിയേറിയ മത്സരമായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മറ്റേ പുളിമൂട്ടിൽ കുടുംബല്ലേ? അല്ല, ഇത് പുളിമൂട്ടിലല്ല, ഇത് മതിലകം കുടുംബമാണ് എല്ലാം അല്ലേ? പുളിമൂട്ടിൽ കുടുംബത്തിൽ ഓലക്കൂടെ പുളിമൂട്ടിൽ കുടുംബം ഓല വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ മതിലകം കുടുംബത്തിൻ്റെ തീറ്റ മത്സരം 2 ടീമാക്കി മാറ്റിയ തീറ്റ മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ. അടുത്ത മത്സരവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.